സിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അനുനയ നീക്കം പാളി. CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. നാളത്തെ LDF യോഗത്തിലും CPI പങ്കെടുക്കില്ല. 45 മിനിറ്റോളമാണ് ആലപ്പുഴയിൽ മുഖ്യമന്ത്രി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. സംസാരിച്ചു ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട്. ആ സംസാരം വളരെ കോടിയലായിരുന്നു. പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം പിന്നീട് അറിയിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പുണ്ട്, ഇവിടെയുണ്ട്, ഡൽഹിയിലുമുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ ആലോചനയ്ക്ക് ശേഷം യഥാസമയത്ത് എല്ലാം അറിയിക്കും. വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതറിയില്ല. യഥാസമയത്ത് തീരുമാനം കൈക്കൊള്ളാൻ CPIക്ക് അവകാശമുണ്ട്. വിവരങ്ങൾ വിജിൻ വായാന്തോട് നൽകും. വിജിൻ, മുഖ്യമന്ത്രിയുടെ അനുനയ നീക്കവും പാളിയിരിക്കുകയാണ്. PM ശ്രീയിൽ ഇപ്പോഴും CPIയും CPMഉം രണ്ട് തട്ടിൽ തന്നെ. പോരാത്തതിന് കടുത്ത നിലപാടിലേക്ക് CPI പോകുന്നു. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ നേരിടാത്ത വലിയ പ്രതിസന്ധിയിലേക്കാണോ ചെന്നെത്തിയിട്ടുള്ളത്? ദിവ്യ, തീർച്ചയായും. അതായത് വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിഹരിക്കും എന്നറിയാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഒപ്പിട്ട് കഴിഞ്ഞ PM ശ്രീ പദ്ധതിയിൽ നിന്ന് എങ്ങനെ പിൻവാങ്ങും എന്നുള്ളതാണ് ഇനി CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പദ്ധതി കരാറിൽ ഒപ്പിട്ടാൽ ഇതിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം ആ ബൈലോയിൽ തന്നെ പറയുന്നത് അത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ പിന്മാറുക എന്ന ആവശ്യത്തിനപ്പുറം മറ്റൊരു ആവശ്യവും അംഗീകരിക്കില്ല എന്നുള്ളതാണ് നിലവിൽ CPI പറയുന്നത്. അതാണ് മന്ത്രിമാരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI എത്താൻ കാരണം. ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കാൻ 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ CPMഉം CPIയും രണ്ട് വഴിക്കായി നീങ്ങുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പലതവണ CPI ഇക്കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എതിർപ്പ് അറിയിച്ചിരുന്നു. അവരെ അറിയിക്കാതെ എടുത്ത ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് CPI ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ആ ആവശ്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഇന്ന് ഒരു പകൽ പൂർണ്ണമായും നീണ്ടുനിന്ന ചർച്ചകൾ, അനുനയ നീക്കങ്ങൾ ഒക്കെയാണ് CPMന്റെയും CPIയുടെയും ഭാഗത്തുനിന്നുണ്ടായത്. രാവിലെ 9:07 CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നു. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും ആ യോഗത്തിൽ പങ്കെടുക്കുന്നു. CPI ദേശീയ നേതൃത്വം എതിർപ്പറിയിച്ച വിവരം MA ബേബി തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഫണ്ട് ലഭ്യമാകാനാണ് ഇത്തരത്തിൽ ഒരു ഒപ്പുവെക്കലിലേക്ക് കടന്നത് എന്നുള്ളതാണ്. പക്ഷേ മറ്റേതൊക്കെ പദ്ധതികൾക്ക് ഇതുപോലെ ഫണ്ട് ലഭ്യമാകാത്തതുണ്ട് എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാവുകയാണ്. ഏകദേശം 8000 കോടിയോളം രൂപയാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായി പല മേഖലകൾക്കായി ലഭിക്കേണ്ടത്. ആ തുകയൊന്നും ഇതുവരെയും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരം ഒരു നയപരമായി എടുക്കേണ്ട തീരുമാനത്തിൽ മാത്രം എന്തുകൊണ്ട് തിടുക്കപ്പെട്ട് ആലോചനയില്ലാതെ ഇങ്ങനെയൊരു പദ്ധതിയിൽ ഒപ്പിടുന്ന നീക്കത്തിലേക്ക് CPM കടന്നു എന്ന ചോദ്യം തന്നെയാണ് CPI ഉയർത്തിക്കൊണ്ടിരുന്നത്. ഒപ്പം തന്നെ രണ്ടാമത്തെ ഘടകകക്ഷിയായ തങ്ങളെപ്പോലും വിശ്വാസത്തിലെടുക്കാൻ CPM തയ്യാറായിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം തന്നെയാണ് CPI ഉയർത്തുകയും ചെയ്യുന്നത്. ഇതെന്ത് സർക്കാർ എന്നുള്ള ചോദ്യം CPI നേരത്തെ ഉയർത്തിയതാണ്. ബിനോയ് വിശ്വം തന്നെയാണ് അത് പറഞ്ഞത്. തങ്ങൾ കൂടി ഭാഗവാക്കായിട്ടുള്ള ഒരു സർക്കാരിനെ പറ്റി അങ്ങനെ പറയേണ്ട അവസ്ഥയിലേക്ക് CPIക്ക് എത്തേണ്ടി വന്നത്. പ്രധാനമായ രണ്ട് ചോദ്യങ്ങളായിരുന്നു CPI മുന്നോട്ട് വെച്ചത്. ഒന്ന്, എന്തിന് മുന്നണി മര്യാദ ലംഘിച്ചു? എന്തിന് എതിർപ്പുണ്ടായിരുന്നിട്ടും ആരും അറിയാതെ വളരെ തിടുക്കപ്പെട്ട ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചു? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് പോലും ഇക്കാര്യത്തിൽ CPI കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ മനസ്സിലാവുന്നത്?